ടാപ്പിലെ വെള്ളത്തിന് ഫോഴ്സ് കുറവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഈ അരിപ്പ് പോലുള്ള പോർഷൻ അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതിൽ നൈഫോ അല്ലെങ്കിൽ ആക്സോപ്ലോയിഡോ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും. ആ സ്ലോട്ടിലിട്ട് തിരിച്ച് ഊരിയെടുക്കണം. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ സ്പിൻഡിലും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യണം. സ്പിൻഡിൽ അഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ട് ഒരു അടപ്പുണ്ടായിരിക്കും. അതൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരും. ഇതിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സ്ക്രൂ 2.5 mm അല്ലെങ്കിൽ വെച്ച് തിരിച്ചഴിച്ചെടുക്കണം. ഇതുപോലുള്ള ടാപ്പുകളിലാണെങ്കിൽ ടാപ്പ് തിരിക്കുന്ന ഭാഗത്ത് ഒരു അടപ്പ് ഉണ്ടായിരിക്കും. ആ അടപ്പ് ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ വെച്ച് തിക്കി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് വരും. അതിന്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ ആണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം ടാപ്പിന്റെ തിരിക്കുന്ന പോർഷൻ അഴിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ സ്പിൻഡിൽ 15 സ്പാനർ ഉപയോഗിച്ച് അഴിച്ചെടുക്കണം. ടാപ്പിന് വാട്ടർ ലീക്ക് ആണെങ്കിൽ ഈ സ്പിൻഡിൽ ചേഞ്ച് ചെയ്താൽ അത് ക്ലിയർ ആകും. ഇപ്പൊ ഇതിൽ നന്നായിട്ട് അഴുക്കിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ റബ്ബർ ബുഷ് ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കാം. ഇനി സ്പിൻഡിൽ ടാപ്പിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പിന്റെ തിരിക്കുന്ന ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി സ്ക്രൂ ഇട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അടപ്പിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ സ്പിൻഡിൽ ക്ലീനിങ് കംപ്ലീറ്റ് ആയി.